സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ സംസ്ഥാന സൂക്ഷ്മാണുവിനെയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതോടെ സ്വന്തം സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. ആരോഗ്യം, പരിസ്ഥിതി, സുസ്ഥിരത എന്നീ മേഖലകളിൽ സൂക്ഷ്മാണുക്കളുടെ പങ്ക് ശാസ്ത്രീയമായി പഠിക്കുന്നതിനും സമൂഹത്തിന്റെ ഗുണത്തിനായി ഉപയോഗിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഏറെ സന്തോഷം നൽകുന്ന ചടങ്ങാണിത്. ഇവിടെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി അറിയിക്കട്ടെ. കഴക്കൂട്ടം കിൻഫ്ര പാർക്കിലെ സെന്റർ ഓഫ് എക്സലൻസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാന സൂക്ഷ്മാണുവിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇതോടെ സ്വന്തം സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാനത്തെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങളും സർവകലാശാലകളും ഈ സൂക്ഷ്മാണുവിനെ അടിസ്ഥാനമാക്കി ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മുടെ സമ്പദ്വ്യവസ്ഥക്കും സംസ്ഥാന പുരോഗതിക്കും മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ബാസിലസ് സബ്റ്റിലിസിനെ കേരളത്തിൻ്റെ സംസ്ഥാന സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചതായി അറിയിച്ചുകൊണ്ട് മനുഷ്യാരോഗ്യം, പോഷണം, രോഗപ്രതിരോധം എന്നിവയ്ക്കൊപ്പം കൃഷി, മത്സ്യസമ്പത്ത്, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെല്ലാമുള്ള മൈക്രോബയോം അധിഷ്ഠിത ട്രാൻസ്ലേഷണൽ ഗവേഷണങ്ങൾ ഒറ്റക്കുടക്കീഴിൽ എത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമെന്ന പ്രത്യേകതയും സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിനുണ്ട്. കേരള സംസ്ഥാന ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ എക്സലൻസിൽ മൈക്രോബയോളജി, മോളിക്യുലാർ ബയോളജി ലബോറട്ടറികൾ, ആനിമൽ സെൽ കൾച്ചർ സൗകര്യങ്ങൾ, ഇൻക്യുബേഷൻ സ്പേസുകൾ, സ്റ്റാർട്ടപ്പ് പിന്തുണാ സംവിധാനങ്ങൾ, പരിശീലന സെമിനാർ ഹാളുകൾ എന്നിവ സജ്ജമാണ്. ബിഗ് ഡാറ്റ അനാലിസിസിനായി ബയോ ഇൻഫർമാറ്റിക്സ് സൗകര്യവും ഉടൻ പ്രവർത്തന സജ്ജമാക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.